നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി (NIT) തിരുച്ചിറപ്പള്ളിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 10 ഒഴിവിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഏപ്രിൽ 25 വരെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. നേരിട്ടുള്ള നിയമനമാണ്. ഓൾ ഓവർ ഇന്ത്യയിലാണ് ഇതിൻ്റെ വേക്കൻസികൾ വന്നിരിക്കുന്നത്. 10 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴി ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 25 വരെ ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് കഴിയും. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി മിനിസ്റ്റീരിയൽ 5 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ടെക്നിക്കൽ 5 ഒഴിവുകൾ, അങ്ങനെ മൊത്തത്തിൽ 10 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായപരിധി 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി മിനിസ്റ്റീരിയൽ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ടൈപ്പിങ്ങും കമ്പ്യൂട്ടറും അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടറിൽ MS ഓഫീസ് പരിജ്ഞാനമുള്ളവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനി ടെക്നിക്കൽ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടർ സയൻസിൽ BE അഥവാ BTech എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കുറഞ്ഞത് 65% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് ഒന്നും തന്നെയില്ല. നേരിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കി അതെല്ലാം നന്നായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.